ചാലക്കുടിയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. കുറച്ച് നല്ല നിമിഷങ്ങൾ മണിച്ചേട്ടൻ ഞങ്ങൾക്ക് തന്നതാണ്. ഇത് ഒരാളെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഓരോ തവണ ഞങ്ങൾക്ക് സർപ്രൈസ് തരുന്ന ഒരാളല്ലേ മണിച്ചേട്ടൻ. ഇന്ന് മണിച്ചേട്ടൻ ഞങ്ങളുടെ വക ഒരു ചെറിയ സർപ്രൈസ്. ഇദ്ദേഹം മണിച്ചേട്ടനിലൂടെ അല്ലെങ്കിൽ മണിമേളത്തിലൂടെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരാളല്ല. എത്രയോ മലയാളികൾക്ക് ഓൾറെഡി പരിചിതനായ ഒരു വ്യക്തിയാണ്. കലാരംഗത്ത് തൻ്റെതായിട്ടുള്ള വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. ചാലക്കുടിക്കാരനാണോ? ഞാൻ ക്ലൂ വേറെ രീതിയിൽ ഞാൻ തരാം. പക്ഷേ ഒരു കാര്യം മാത്രം പറയാം, മണിമേളത്തിൽ വരേണ്ട ഒരാളാണ്. കാരണം കലാഭവൻ മണി എന്ന ഇദ്ദേഹത്തെ ജനപ്രിയനാക്കിയ ഒരു വ്യക്തി. എനിക്കറിയാം. ഇനി ഒരു ക്ലൂ കൂടെ തരാം, അത് തേച്ചിട്ട് തരും. മനസ്സിലായോ? മണിച്ചേട്ടൻ തന്നെ വിളിക്കണം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ സംവിധായകൻ സുന്ദർദാസ്. അയ്യോ ദൈവമേ, എങ്ങനെ പറയണമെന്നറിയില്ല. ഒരു കലാഭവൻ മണിയെ കണ്ടുപിടിച്ച ഒരു സംവിധായകനാണ് നമ്മുടെ ചാലക്കുടിക്കാരനായ സുന്ദർ ദാസ് സാറ്. ഇന്നിവിടെ നിങ്ങളുടെ മുമ്പിലൊരു കൈരളി ചാനലിൻ്റെ മുമ്പിലൊരു പരിപാടി അവതരിപ്പിക്കാൻ വന്ന് നിൽക്കാനുള്ള ഒരു എന്താ പറയുക, ഒരു ഭാഗ്യം തന്നത് സാറാണ്. സാറ് ഒരുപാട് പേർക്ക്, ദിലീപ്, മഞ്ജു വാര്യർ, മനോജ് കെ ജയൻ, അങ്ങനെ എത്രയോ പേർക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം കൊടുത്ത ആളാണ്. ആ നന്ദി ഞാൻ ഒരിക്കലും മറക്കില്ല സാറേ. ഈശ്വരനാണ് സത്യം. സുന്ദർ സാർ, ഒരുപാട് സന്തോഷമുണ്ട്. സാറ് ആക്ച്വലി സാറിന്റെ കണ്ണ് നിറഞ്ഞു. മണിച്ചേട്ടനെക്കാളിലും ഇമോഷണൽ. എന്തായാലും രണ്ട് വാക്ക് ഞങ്ങൾക്ക് വേണ്ടി സാറ് പറയും. തീർച്ചയായിട്ടും. മണി എന്ന ഈ മുത്തിനെ ഞാൻ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിലും ആരെങ്കിലും കണ്ടുപിടിക്കുമായിരുന്നു. ഞാനൊരു നിമിത്തം മാത്രമായതാണ്. ചിലപ്പോൾ അങ്ങനെ കണ്ടെത്താൻ എനിക്ക് ദൈവനിശ്ചയം ഉണ്ടായിട്ടുണ്ടാവാം. ഞാനൊരു കാരണം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മണി അതിനു മുമ്പും സമുദായം എന്നതിൻ്റെ ഒരു സിനിമയിൽ നല്ല വേഷം ചെയ്തിരുന്നു. ഞാൻ സിബി മലയിലിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിരുന്ന സമയത്ത് അക്ഷരം എന്ന സിനിമയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ട് കിക്കർ ഞാൻ ഒടിച്ചു കളഞ്ഞു സാറേ. സത്യമല്ലേ? സത്യമാണ്. അന്ന് പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. ഞാനാകെ ടെൻഷൻ അടിച്ച് പോയ ഒരു ഷൂട്ടിങ്ങാണ്. കാരണം എന്നെ ഒരു ഉത്തരവാദിത്വം സിബി മലയിൽ ഏൽപ്പിച്ചിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ചാലക്കുടിയിൽ എൻ്റെ ജ്യേഷ്ഠൻ സുഭാഷാണ്, ഇങ്ങനെ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ട്, നല്ല കലാകാരനാണ്. അങ്ങനെ വന്നു. ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഷൂട്ടിംഗ് നടന്നില്ല. അത് BTHൻ്റെ അവിടെയുള്ള റൂട്ടിൽ വെച്ച് അവിടെ എൻ്റെ സാങ്കേതികമായി പറഞ്ഞില്ല, എൻ്റെ ഓട്ടോറിക്ഷയിൽ വെക്കാനുള്ള വാക്യൂം ഗ്രിപ്പ് അതിൽ ഫിക്സ് ആയില്ല. അപ്പം മണി തിരിച്ചു പോവുകയും പിന്നെ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ച് ഒറ്റയടിക്ക് സുരേഷ് ഗോപി കയറിയിരിക്കുകയും ഇയാൾ ഈ കഥാപാത്രം ഇത് കിക്കർ അടിക്കുകയും അത് കിക്കർ ഒടിഞ്ഞ് കയ്യിൽ പോരുകയും ചെയ്തു. അല്ല, എനിക്കതിൽ സാറേ ഒരു കാര്യം പറയാം. അതിന് ഏറ്റവും വലിയൊരു വിഷമം തോന്നിയത് സാറിൻ്റെ മുഖം കാണണം. ഞാൻ ആ സമയത്ത് അവിടെ നിന്ന് ശരിക്കും മുങ്ങിയെന്ന് തന്നെ പറഞ്ഞാൽ മതി. ഞാൻ പതുക്കെ യൂണിറ്റിൻ്റെ പിന്നിലേക്ക് പോയി. കാരണം സിബി മലയിൽ നിന്ന് തന്നെ അത് ക്ഷുഭിതനാവാത്തൊരു ഡയറക്ടറാണ്. പക്ഷേ വർക്കിൽ എൻ്റെ ഭാഗത്തുനിന്നൊരു വീഴ്ച വന്നോ എന്നുള്ളൊരു സംശയത്തില്ല. പക്ഷേ മണി അത് നന്നായിട്ട് ഞാൻ കൈകാര്യം ചെയ്തു. വേറൊന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു നേരെ ആദ്യം സുരേഷ് ഗോപിച്ചേട്ടൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ശരിക്കും ഓട്ടോ ഡ്രൈവറാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഓട്ടോ ഡ്രൈവറാണ്. കലാഭവനിലെ മിമിക്രിക്കാരാന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം എൻ്റെ വേഷം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞ മിണ്ടിയില്ല. പക്ഷേ ഞാൻ അപ്പം സിബി സാറ് ചോദിച്ചു, ഇത് ഇനി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറ് ആരെങ്കിലും പുറകിൽ നിന്ന് തള്ളി തരണമെങ്കിൽ ഒരു മനുഷ്യൻ്റെ വളർച്ച എന്ന് പറയുന്നത് അതാണ്. അതിനുദാഹരണമാണ് സാറ്. ഒന്ന് പുറകിൽ നിന്ന് തള്ളി തരിക, അങ്ങനെ വന്ന ആളാണ്. പക്ഷേ തള്ളിത്തരലും ഞാൻ ഗിയറിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ആ വേഷം നന്നായി വന്നു. അതിനുദാഹരണമാണ് ഇന്നിവിടെ ദൈവത്തെ പോലെ ഇവിടെ നിൽക്കുന്ന എൻ്റെ സ്വന്തം മണി. ഞാൻ നേരത്തെ പറഞ്ഞതൊന്നുകൂടി മുഴുവനായിക്കോട്ടെ. അത് കഴിഞ്ഞ് അതിലൊരു സീൻ ഉണ്ടായിരുന്നുള്ളൂ, അക്ഷരം എന്നുള്ള സിനിമയിൽ ഒരു സീൻ ഉണ്ടായിരുന്നുള്ളൂ. ആ സീൻ എന്തായാലും സിനിമയിൽ വരുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ചാലക്കുടിക്കാരനായ മണിയെ ഞാനതിൽ അഭിനയിപ്പിച്ചത്. കാരണം എന്ന് വെച്ചാൽ ചാലക്കുടിക്കാരാണ് ഞാനും. സിനിമ ഇറങ്ങിയിട്ട് അവസാനം എഡിറ്റിങ്ങിൽ അത് കളഞ്ഞു പോയാൽ
എനിക്കറിയില്ലല്ലോ, മണീനെ എനിക്കറിയില്ല, ചിലപ്പോൾ വന്ന് ചീത്തയൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അത് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ചേട്ടൻ പറഞ്ഞത് ഉണ്ടാവില്ല, അവസാനം സിനിമയിൽ തിയേറ്ററിൽ വരുമ്പോൾ ഉണ്ടാവില്ല, നമ്മളുണ്ടാവും. സുരേഷ് ഗോപി ഉള്ളൊരു വളരെ പ്രാധാന്യമുള്ളൊരു സീക്വൻസാണ്. അങ്ങനെ ഒറ്റ സീനിൽ അത് കഴിഞ്ഞിട്ട് ഓട്ടോറിക്ഷക്കാരെ വളയുന്നൊരു സീക്വൻസും കൂടി ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്ത് മണി പോവുകയും ചെയ്തു. സല്ലാപം എന്നുള്ള സിനിമയിൽ വരുന്നതിന് മുമ്പ് സമുദായം എന്നുള്ള അമ്പിളി സംവിധായകൻ അമ്പിളി ചെയ്ത സമുദായം എന്നുള്ള സിനിമയിൽ വളരെ നല്ലൊരു വേഷം മണി ചെയ്യുകയുണ്ടായി. അതിൽ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ഈ യൂണിറ്റിലും അമ്പിളി സാറിൻ്റെ മോള് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. എന്തായാലും അമ്പിളി എന്ന് പറയുന്ന സംവിധായകൻ്റെ കൈകളിലൂടെ എൻ്റെ കയ്യിലേക്ക് വീണ് കിട്ടിയ മുത്താണ് കലാപം മണി. മണി എന്ന നടൻ ആ സല്ലാപം എന്നുള്ള സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതോടുകൂടി പിന്നെ മണി മലയാള സിനിമയുടെ ഭാഗമായി. അതുപോലെ തന്നെ ഒരുപാട് പ്രതിഭയുള്ള, ഞാൻ പലപ്പോഴും എൻ്റെ അടുത്ത് അഭിനയിക്കാൻ അവസരം ചോദിച്ചു വരുന്ന ആൾക്കാരോടൊക്കെ പറയാറുള്ള സാധനം എന്ന് വെച്ചാൽ നിരീക്ഷണ പാഠം, ഒബ്സർവേഷൻ എന്ന് പറയുന്നൊരു സാധനം. നമ്മുടെ സഹജീവികളെ, മനുഷ്യന്മാരെ മാത്രമല്ല എല്ലാവരെയും നിരീക്ഷിച്ചുകൊണ്ടാണ് ഒരു നടൻ അതിൻ്റെ കറ തീർത്ത് വരുന്നത്. അതിൽ മണി ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലപ്പോഴും എന്താണ്, ഞാൻ ഏത് സിനിമയാണെന്ന് ഏത് നടനെന്ന് പറയുന്നില്ല, എൻ്റെ ഒരു സിനിമയിൽ അതിൽ മണി അഭിനയിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കുടിച്ച് വരുന്നൊരു സീക്വൻസാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നടന്നു വരുന്നത് നന്നായിരുന്നു. പക്ഷേ എനിക്ക് ഞാൻ ക്യാമറാമാനോട് പറഞ്ഞത് ഇത് മണി ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ വെറുതെ പറയുകയും ചെയ്യാൻ. കാരണം വെച്ചാൽ മണിയുടെ അടുത്ത് 1000 കള്ളുകൂടിയന്മാരെ കാണിക്കാൻ പറഞ്ഞാൽ മണിക്ക് 1000 തരത്തിൽ ഈ കള്ളുകൂടിയന്മാരെ കാണിക്കാൻ പറ്റും. അതാണ് ഒരു നടൻ്റെ നിരീക്ഷണ പാഠം എന്ന് ഞാൻ പറയുന്നത്. വിദ്യാന ബാലകെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് നടക്കൂല. അപ്പോൾ അത് അങ്ങനെ അത് പോട്ടെ. അപ്പം അത് മണിയെ ഞാൻ മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന അങ്ങനെ ഒരു സ്ഥാനത്താണ്. അതേപോലെ ഞാനിവിടെ മണിയുടെ ഒരു പ്രോഗ്രാം ഇവിടെ എന്താണ് നമ്മുടെ മുനിസിപ്പൽ ഗ്രൗണ്ടിൽ, അവിടെ ടൗൺ ഹാൾ പണിയാൻ ഗ്രൗണ്ടിൽ നടന്ന സമയത്ത് അവിടെ ദിലീപ് വന്നിരുന്നു. ദിലീപ് വന്ന് മായാമോഹിനി എന്നുള്ള സിനിമയുടെ വർക്കുമായി ബന്ധപ്പെട്ട് ഷേവ് ചെയ്ത് നഖമൊക്കെ വളർത്തി പുരിയൊക്കെ പ്ലക്ക് ചെയ്തിട്ട് സുന്ദരിയായിട്ട് വന്നത്. പക്ഷേ മണി വിളിച്ചുകൊണ്ട് മാത്രമാണ് ദിലീപ് പുറത്ത് അങ്ങനെ ഒരു വേദിയിൽ പങ്കെടുക്കുന്നത്. അന്ന് ഞാനുണ്ടായിരുന്നു. എന്നെ സ്റ്റേജിലേക്ക് മണി വിളിച്ചു. ഞാൻ മണിയെയും ദിലീപിനെയും കെട്ടിപ്പിടിച്ച് പറഞ്ഞു, എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ 2 കലാകാരന്മാരാണിത്, അതിനൊരു കോട്ടം തട്ടിയിട്ടില്ല എപ്പോഴും. പിന്നെ മലയാള സിനിമയുടെ ഭാഗ്യതാരമായ മഞ്ജു വാര്യർ. എനിക്കെൻ്റെ സിനിമാ ജീവിതത്തിൽ ആദ്യത്തെ സിനിമയിൽ ഇതുപോലെ 3 പ്രതിഭകളെ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് പരിചയപ്പെടുത്താൻ സാധിച്ചതിന് അതിയായ സന്തോഷമുണ്ട്. കലാപം മണിക്കും നിങ്ങളെ പ്രേക്ഷകർക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മളൊക്കെ എത്രയോ എന്താ പറയുക, പാട്ട് പാടുന്ന ആൾക്കാരാണ്, കൈയും കാലുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ചില വ്യക്തികൾ നമ്മളെക്കാൾ ചിലപ്പോൾ ഒരുപക്ഷെ സംസാരിക്കാൻ കഴിവില്ലാത്ത ആൾക്കാരായിരിക്കാം. പക്ഷെ അവർ ചെയ്യുന്ന പെർഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അന്തം വിട്ടുപോകും. അതുകൊണ്ട് എൻ്റെ ഒരു സ്വന്തം അനുജനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാൻ പേര് പറയില്ല, ഓടിവാ. അരെ പേര് പറയ്, നിന്റെ പേര് പറയ്. ആന്റണി. ആന്റണി. എത്രല്ല പഠിക്കണേ? എനിക്ക് എത്രല്ല പഠിക്കണേ? എനിക്ക് അഞ്ചിലായി. അഞ്ചിലായി. ഓക്കെ. എന്തായാലും ഇദ്ദേഹം ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് മലയാള സിനിമയിലെ കുറെ സിനിമാ നടന്മാരെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ അങ്ങനെ വെറുതെ ഒന്നും അങ്ങനെ തള്ളി കളയണ്ട. ഏറ്റവും ആദ്യം ആരും എടുക്കാൻ പോണേ? സുരേഷ് ഗോപി. മോണ സോമന്റെ പായൊരു കാക്കടി വാതില ഓട്ടോ പോണേ കാക്കടി വാതിലുള്ളൂ മോണ സോമന്റെ ഓക്കോ. അടുത്ത ആരാണ്? മോഹൻലാൽ. ചാർജപ്പായി, ഉത്സാഹം കൂടി. അടുത്ത ആള് ലാലട്ടൻ.
എന്റെ പസ്കര അതീപനസ ചെറ്റസേല പോ കോപ്പുടിനപ്പം ചെറ്റ നടേല് മങ്കി സിരിക്കത്തിയ പണിക്കായ ഉണ്ട് വളരെ ഉണ്ട് ശേഖര പോ ഈ പോള ചവിട്ടിനെ പാലക്കഥ മങ്കി സിരിക്കത്തിയ ഓക്കെ ആന്റണി കലക്കി. ഇനി പോരട്ടെ. ആരെ? മമ്മൂട്ടി ആ. aja candu candu nunu kapala candu mala nunu kapala candu candu mala oke candu mala oke പിന്നെ മണിന്റെ സത്യം ചോദിക്കട്ടോ മണിച്ചെണ്ടയോ? ആ സൂപ്പർ സൂപ്പർ ആന്റണി കലക്കിട്ടോ ആന്റണി. ഇനിയുണ്ടോ? ആ కొంచెం കൊച്ചിനിപ്പ പറ്റില്ല 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 ഓക്കെ ആന്റണിക്ക് നല്ല കൈയടി. ആന്റണി സ്റ്റാറായി. തകർത്ത് കളഞ്ഞു അതന്നെ. ആന്റണി പ്രൗഡ് ആയിട്ടുള്ള ഒരാളാണ് ആന്റണി. ആരും അങ്ങോട്ട് അടുക്കാൻ പറ്റാത്തൊരു സൂപ്പർ സ്പിരിറ്റ് കേട്ടോ.